പ്രിയപ്പെട്ടവരെ, നമസ്തേ. റേസ് ഓഫ് ലൈഫിൽ സ്ഥിരമായി നിങ്ങൾ എൻ്റെ പ്രഭാഷണങ്ങളാണ് കേൾക്കുന്നത്. ഇക്കുറി ഒരു ചർച്ചയായാലോ? ചർച്ച ചെയ്യാൻ പറ്റിയൊരു വിഷയവുമുണ്ട്. കഴിഞ്ഞ ഒരു 2-3 ആഴ്ചകളായി നമ്മൾ പത്രം തുറന്നാൽ കേൾക്കുന്നതെല്ലാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചാണ്. അതിൻ്റെ നിയമപരമായ വശങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഒരു ചർച്ച ചെയ്യുന്നത് ഉചിതമായിരിക്കും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. കാരണം ഹേമ കമ്മീഷനാണോ ഹേമ കമ്മിറ്റിയാണോ എന്ന് വരെ പോലും ആളുകൾക്ക് അറിഞ്ഞുകൂടാ. ഇത് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ അല്ല, ഒരു എൻക്വയറി കമ്മിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. 1952 കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് പ്രകാരമാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ സർക്കാർ നിയമിക്കുന്നത്. കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചാൽ പിന്നെ 6 മാസത്തിനുള്ളിൽ നിയമസഭയിൽ അല്ലെങ്കിൽ പാർലമെൻറ്റിൽ അത് റിപ്പോർട്ട് വെച്ചിരിക്കണം. എന്നാൽ ഹേമ കമ്മിറ്റി സർക്കാർ നിശ്ചയിച്ച ടേംസ് ഓഫ് റെഫറൻസിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം നടത്തിയത്. മൊഴി നൽകാൻ മാധ്യമങ്ങളിലൂടെ നോട്ടീസ് പലതവണ പ്രസിദ്ധീകരിച്ചിട്ടും ആരുമൊന്നും ആദ്യം എത്തിയില്ല. പിന്നീട് കൊച്ചിയിലും തിരുവനന്തപുരത്തുമൊക്കെ സിറ്റിംഗ് നടത്തി മൊഴി നൽകാൻ എത്തിയവരുടെ സൗകര്യം കണക്കിലെടുത്ത് സിറ്റിംഗ് എല്ലാം ക്രമീകരിച്ചു. രാത്രിയിലും സിറ്റിംഗ് വേണ്ടി വന്നു. അങ്ങനെയാണ് അവർ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഇത് ഒരിക്കലും അവഗണിക്കാനാവില്ല. കാരണം എന്താ? വിവരം ലഭിച്ചാൽ പോലീസ് കേസെടുക്കേണ്ട കുറ്റകൃത്യത്തെക്കുറിച്ചാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. പരാതിയില്ല എന്ന കാരണം കൊണ്ട് FIR രജിസ്റ്റർ ചെയ്യാതിരിക്കാൻ കാരണമാകില്ല. അപ്പോൾ കമ്മീഷൻ്റെ അധികാരങ്ങൾ ഇവർക്കില്ല എന്നുള്ളത് സത്യമാണ്. കാരണം ഒരു കമ്മീഷന്, ഒരു ജുഡീഷ്യൽ കമ്മീഷന് സിവിൽ കോടതിയുടെ അധികാരമുണ്ട്. മൊഴി നൽകാനായിട്ട് അന്വേഷണവുമായി ബന്ധപ്പെട്ടവരെ വിളിച്ചു വരുത്താം, രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടാം, സാക്ഷികളെ വിസ്തരിക്കാം, രേഖകൾ പരിശോധിക്കാം. ഇങ്ങനെയെല്ലാം അവർക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. എന്നാൽ ഇതൊന്നും കമ്മിറ്റിക്ക് സാധ്യമാകുന്ന കാര്യമല്ല. പക്ഷേ അതുകൊണ്ട് എൻക്വയറി കമ്മിറ്റിയുടെ നിഗമനങ്ങൾ അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങൾ ഒരിക്കലും അവഗണിക്കാൻ കഴിയുകയില്ല. അത് സർക്കാരിൻ്റെ ഭരണപരമായ ഒരു ഉത്തരവിലൂടെയാണ് കമ്മിറ്റിയെ നിയമിക്കുന്നത് എന്നത് ശരി തന്നെ. ഹേമ കമ്മിറ്റി ഒരു എക്സ്പേർട്ട് കമ്മിറ്റി എന്ന നിലയിലാണ് നിയമിച്ചത്. അപ്പോൾ ഇതിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് വിശദമായിട്ട് ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇതിനെ പറ്റിയ ആൾക്കാർ നിയമപരിജ്ഞാനമുള്ളവർ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മുടെ ലോ കോളേജിലുള്ള നിയമ വിദ്യാർത്ഥികൾ വന്ന് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യട്ടെ. അങ്ങനെ ഞങ്ങൾ ലോ കോളേജിലുള്ള 5 വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്തു. അവരാണ് ഇന്ന് ഈ ചർച്ച നയിക്കുന്നത്. മനു കൃഷ്ണ, ബബിത, മാളവിക, മനീഷ ആൻഡ് അക്ഷയ. ഈ 5 പേര് കൂടി ഈ പ്രശ്നം ഒന്ന് വിശകലനം ചെയ്യുന്നത് നമുക്കൊന്ന് കേൾക്കാം. നമസ്കാരം. കണ്ണു ചിമ്മുന്ന നക്ഷത്രങ്ങളും സുന്ദരമായ ചന്ദ്രനും ഉൾപ്പെടുന്ന ഈ ആകാശമാകുന്ന തിരശീലയിൽ നമ്മൾ കാണുന്നതെല്ലാം നിഗൂഢതകൾ നിറഞ്ഞതാണ്. ഈ ശാസ്ത്രീയമായ അന്വേഷണം തുറന്നു കാട്ടുന്നത് തിളക്കമില്ലാത്ത നക്ഷത്രങ്ങളുടെയും ഭംഗിയില്ലാത്ത മങ്ങിയ ചന്ദ്രന്റെയും നേർചിത്രമാണ്. ഈ റിപ്പോർട്ട് ഒരു താക്കീത് കൂടി നൽകുന്നുണ്ട്. കാണുന്നതെല്ലാം വിശ്വസിക്കരുത്. ഉപ്പും ചിലപ്പോൾ പഞ്ചസാരയായി തോന്നിയേക്കാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുടങ്ങുന്നത് ഇപ്രകാരമാണ്. ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിൽ മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച് അന്വേഷണം നടത്താനായി രൂപീകരിക്കപ്പെട്ട ഈ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച് 4.5 വർഷങ്ങൾക്ക് ശേഷം കേരള സർക്കാർ ഈ ഓഗസ്റ്റ് 19 ആ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അതിനെ സംബന്ധിക്കുന്ന നിയമവശങ്ങളെക്കുറിച്ചും അതിൻ്റെ പരിഹാര മാർഗങ്ങളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു റിപ്പോർട്ടിൽ പ്രധാനമായും ചർച്ചാ വിഷയമായി മാറിയതും ആളുകൾ ചർച്ച ചെയ്യുന്നതുമായിട്ടുള്ളൊരു കാര്യം ഇതിൽ പറഞ്ഞിരിക്കുന്ന സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക ചൂഷണമാണ്. അപ്പോൾ അതിനെപ്പറ്റി ഇപ്പോൾ നിലനിൽക്കുന്ന 2013 വന്ന പോഷ് ആക്ട് ഉണ്ട്. അതിനെപ്പറ്റിയൊന്നും അധികം ആളുകൾക്ക് അറിവില്ല. ജോലി സ്ഥലങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങളെക്കുറിച്ച് അതിന്റെ പരിഹാര മാർഗങ്ങളും ഒക്കെ പറയുന്ന ഈ ആക്ടിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മാളവിക പറഞ്ഞതുപോലെ തന്നെ 2013 വന്ന പോഷ് ആക്ട് എന്നറിയപ്പെടുന്ന സെക്ഷൽ ഹാരാസ്മെന്റ് ഓഫ് വിമൻ അറ്റ് വർക്ക് പ്ലേസ് എന്ന ഈ നിയമം
തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക ചൂഷണം തടയുക എന്ന പ്രത്യേക ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്ന ഒരു നിയമമാണ്. അപ്പോൾ ഈ ഒരു നിയമത്തിൽ സെക്ഷൻ 2 ക്ലോസ് Nൽ എന്താണ് ഒരു സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് നിർവചിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ പറയുന്ന പല സംഭവങ്ങളും കൃത്യമായി ഈ ഒരു സെക്ഷൽ ഹറാസ്മെന്റിന്റെ ഉള്ളിൽ വരുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു കോംപ്രമൈസ്, അഡ്ജസ്റ്റ്മെന്റ്, അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായി സെക്ഷൽ ഫേവേഴ്സ് ചോദിക്കുക, അതുപോലുള്ള വരുന്ന എല്ലാം തന്നെ സെക്ഷൽ ഹറാസ്മെന്റിന്റെ ഉള്ളിൽ വരും. അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് ഒരു വർക്ക് പ്ലേസ് എന്നുള്ളത്. അതും കൃത്യമായി ഈ ഒരു പോഷ് ആക്ടിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ഒരു സിനിമ ഇൻഡസ്ട്രിയുമായി കൂട്ടി വായിക്കേണ്ടത് എന്ന് നാം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പോഷ് ആക്ടിലെ സെക്ഷൻ 2 ക്ലോസ് ഓയിലാണ് വർക്ക് പ്ലേസ് എന്താണ് എന്നുള്ള നിർവചനം പറയുന്നത്. ഈ 2 ക്ലോസ് ഓയിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ വർക്ക് പ്ലേസിൽ ഉൾപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ഒരു യൂണിറ്റ്, എന്തും വർക്ക് പ്ലേസിൻ്റെ ഡെഫിനേഷനിൽ ഉൾപ്പെടുന്നുണ്ട്. അതിപ്പോൾ എന്ത് പർപ്പസിന് രൂപീകരിക്കപ്പെട്ടാലും. അപ്പോൾ അത് പറയുന്ന കുറച്ച് പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ വോളണ്ടിയർ ആയിട്ട് രൂപീകരിക്കപ്പെട്ട സംഘടനകൾ, അല്ലെങ്കിൽ പ്രൊഫഷണൽ ആവശ്യത്തിന് രൂപീകരിക്കപ്പെട്ട സംഘടനകൾ, പിന്നെ മറ്റൊരു പർപ്പസ് എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻറ്റ് ആവശ്യത്തിന്. അതിലാണ് ശരിക്കും ഈ ഫിലിം ഇൻഡസ്ട്രി വരാൻ നമുക്ക് പറയാൻ സാധിക്കുന്നത്. പല കേസസും ഈ വർക്ക് പ്ലേസിൻ്റെ ഡെഫിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പം അതിലൊരെണ്ണമാണ് ആയിഷ ഖാത്തൂൻ എന്നൊരു കേസ് ഉണ്ട്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വർക്ക് പ്ലേസിൻ്റെ ഡെഫിനേഷൻ വളരെയധികം ചുരുങ്ങിയൊരു രീതിയിലേക്ക് ഒരിക്കലും ചുരുക്കരുത്. അതൊരു ബ്രോഡ് ഡെഫിനേഷൻ ആയിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു കേസാണ് സിലാജിത്ത് ഗുഹ വേഴ്സസ് സിക്കിം യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടൊരു കേസ്. അതിൽ പറഞ്ഞിരിക്കുന്നത് വർക്ക് പ്ലേസ് എന്ന ഡെഫിനിഷൻ, അതിൽ ഉൾപ്പെടുന്ന വർക്ക് പ്ലേസസ് ഒരു എക്സോസ്റ്റീവ് ലിസ്റ്റ് ആകരുത്. അതായത് കൃത്യമായി ഇന്ന കാര്യങ്ങൾ മാത്രമാണ് അതിൽ പെടുകയുള്ളൂ എന്ന് പറഞ്ഞ് നമ്മളതിനെ വളരെ നാരോ ഡൗൺ ചെയ്യരുതെന്നുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഫിലിം ഇൻഡസ്ട്രി നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായും വർക്ക് പ്ലേസ് എന്ന ഡെഫിനേഷനിൽ വരുന്നുണ്ട്. പോഷ് ആക്ടിൽ പറയുന്ന മറ്റൊരു കൺസെപ്റ്റാണ് എക്സ്റ്റെൻഡഡ് വർക്ക് പ്ലേസ് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല സ്ഥലത്തും കാണാൻ സാധിക്കും ഈ ചാൻസ് തരാമെന്ന പേരിൽ ഇപ്പോൾ ഒരു യാത്ര ചെയ്യുന്ന കാറിൽ വെച്ചിട്ടാണെങ്കിലും ഫ്ലാറ്റ് മുറികളിൽ ചെന്നിട്ടാണെങ്കിലും അവർക്ക് നേരിട്ടിട്ടുള്ള ലൈംഗിക ചൂഷണം. അപ്പോൾ അതൊക്കെ ഈ വർക്ക് പ്ലേസ് അവരുടെ സിനിമാ ലൊക്കേഷനിൽ നടന്നിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് വർക്ക് പ്ലേസിൻ്റെ പരിധിയിൽ പെടുത്താവോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. എക്സ്റ്റെൻഡഡ് വർക്ക് പ്ലേസ് എന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്കുമായി ബന്ധപ്പെട്ട് എവിടെയൊക്കെ യാത്ര ചെയ്യുന്നു, ആ വർക്കിൻ്റെ ഇൻഫ്ലുവൻസിൽ നമ്മൾ ഏതൊക്കെ പ്രദേശങ്ങളിൽ പോകുന്നോ അതെല്ലാം ഈ വർക്ക് പ്ലേസ് എന്ന ഡെഫിനേഷനിലേക്ക് വരും. അപ്പോൾ ആ ഒരു തരത്തിൽ നോക്കിയാൽ ഈ പറഞ്ഞിട്ടുള്ള ലൈംഗിക ചൂഷണം ഇപ്പോൾ ഫ്ലാറ്റിൽ നേരിട്ടിട്ടുള്ള ആണെങ്കിലും നമ്മൾ കാറിൽ സഞ്ചരിക്കുമ്പോൾ അതിപ്പോൾ ലൊക്കേഷനിലേക്ക് പോകുമ്പോഴാണെങ്കിലും അതൊക്കെ ഒരു വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള യാത്രകളും കാര്യങ്ങളുമാണ്. അപ്പോൾ ഉറപ്പായും എക്സ്റ്റെൻഡഡ് വർക്ക് പ്ലേസ് എന്ന ഡെഫിനേഷനിൽ അത് വരികയും ചെയ്യും. നമ്മളെപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്നത് ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ സോൾവ് ചെയ്യാം, അതിനിപ്പോൾ കോടതിയിൽ എങ്ങനെ അതിനെ പരിഹരിക്കാം, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നിയമങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷെ ഇതിനെ തടയാൻ എന്ത് ചെയ്യണം, നാളെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവരുത്, അതിനെന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുന്നതിൽ നിന്ന് വിട്ടുപോകാറുണ്ട്. അത് ഇപ്പോൾ പോഷ് ആക്ട് തന്നെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് പ്രിവെൻഷൻ, 2 പ്രൊഹിബിഷൻ, മൂന്നാമത്തേതാണ് റിഡ്രസൽ. അതിൽ റിഡ്രസൽ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രിവെൻഷൻ അവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടുതലധികം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ICC വേണ്ട എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൽ നിലനിൽക്കുന്ന ഒരു പവർ ഡൈനാമിക്സ് ആണ്. അതായത് പവർഫുൾ ഗ്രൂപ്പിൻ്റെ കയ്യിൽ ഇതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് നിൽക്കും, അവരുടെ ഒപ്പീനിയൻ എപ്പോഴും ഒരു ബയാസ്ഡ് ആയിരിക്കും എന്നൊരു അഭിപ്രായം ഉള്ളത് കൊണ്ടാണ്. അതെ, അതായത് ICCന് മുമ്പിലേക്ക് ഒരു വിക്ടിം പോകുമ്പോൾ ആ ഒരു വിക്ടിമിന്റെ ഡീറ്റെയിൽസ് ആ പെർപെട്രേറ്ററിന്റെ അടുത്ത് എത്താൻ സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു വിക്ടിമിന്റെ മൊത്തം റൈറ്റിന് അവിടെ ഒരു വയലേഷൻ വരുവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഒത്തിരി പേര് പേടിയാണ് ഇപ്പൊ മുന്നോട്ട് വരാനായിട്ടും. ഒത്തിരി പേരെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ പേടിയാണ് മുന്നോട്ട് വരാൻ. യെസ് ഇൻഡീഡ്. അപ്പോൾ അതില് ആ ഒരു മേജർ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു വിഷയം വെച്ച് നോക്കുമ്പോൾ ഒരു കൾച്ചർ ഓഫ് സൈലൻസ്, ഒരു നിശബ്ദതയുടെ ഒരു സംസ്കാരം സ്ത്രീകളിൽ ഇപ്പോഴും പ്രബലന്റ് ആയി നിൽക്കുന്നത്. അത് ജനറേഷണലായിട്ട് അവർക്ക് ട്രോമ അനുഭവിച്ച് that has been ingrained in their feminine subconscious, and that will manifest itself in major reasons and major ways in this particular concurrent predicament. അപ്പോൾ ആ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ ഈ ഒരു വിഷയത്തിൽ പേട്രിയാർക്കൽ മൈൻഡ് സെറ്റ് പോയെങ്കിൽ പോലും ഈ ഫെമിനിൻ ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് മാറാത്ത വിധം അവരിങ്ങനെ ആക്കി തീർത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് മാറുന്നവരെ, ആ ഒരു സൊസൈറ്റിയിൽ ഇഷ്യൂ മാറുന്നവരെ ഇതിന് ഒരു പരിഹാരം കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ സോഷ്യൽ സ്റ്റിഗ്മ എന്ന് പറയുന്ന ഒരു കാരണമാണ് ഈ ഒരു കൾച്ചർ ഓഫ് സൈലൻസിന് കാരണമാവുന്നത്.
ഈ ഒരു വിഷയത്തിൽ ഈ സ്ത്രീകൾ പുറത്തു വന്നത് തന്നെ, അവരുടെ വിഷയമായിട്ട് പുറത്തു വന്നത് തന്നെ വളരെയധികം പേഴ്സ്യൂഡിങ്ങും കജോളിങ്ങും ഉപയോഗിച്ചിട്ടാണ് അവർ ഈ ഒരു കാര്യം പുറത്തു വിട്ടത് തന്നെ. അപ്പോൾ ആ ഇത്രയും അവർക്കെതിരെ ഉണ്ടായ ചൂഷണത്തിന് അവർ പുറത്തു വരാതിരുന്നത് ഈ ഒരു കൾച്ചർ ഓഫ് സൈലൻസ് തന്നെയാണ്. അപ്പോൾ അതിന് മേജർ ആയിട്ടുള്ള റീസൺ സോഷ്യൽ സ്റ്റിഗ്മയാണ്. മനു പറഞ്ഞതുപോലെ തന്നെ സോഷ്യൽ സ്റ്റിഗ്മ, കൾച്ചർ ഓഫ് സൈലൻസ് ആൻഡ് ഓൾസോ മാളവിക പറഞ്ഞ പോലെ പവർ ഡൈനാമിക്സ്. പവർ ഡൈനാമിക്സിൻ്റെ റിസൾട്ടാണ് കൾച്ചർ ഓഫ് സൈലൻസ് എന്ന് പറയുന്നത്. കൾച്ചർ ഓഫ് സൈലൻസ് പ്രിവൈൽ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ICC എന്ന് പറഞ്ഞ ഒരു ഫോറം, ICC എന്ന് പറഞ്ഞ ഒരു ബോഡി സ്ത്രീകൾക്ക് ഒരു സേഫ് സ്പേസ് ആയിട്ട് തോന്നാത്തത്. സ്ത്രീകൾക്ക് എപ്പോഴും അവരുടെ കംപ്ലയിൻറ്റ് പറയാനായിട്ട് അല്ലെങ്കിൽ ഒരു ട്രോമ ഷെയർ ചെയ്യാനായിട്ട് ദേ ഷുഡ് ഫീൽ സേഫ്. അവർക്കൊരു പ്രോപ്പർ ലീഗൽ ആയിട്ടുള്ള റെമഡി കിട്ടും. അവരുടെ പരിഹാരങ്ങൾ, അവരനുഭവിച്ച പെയിൻ, ആ ട്രോമ എക്സ്പീരിയൻസ് ചെയ്തത് ഷെയർ ചെയ്യാനായിട്ടുള്ളൊരു പ്രോപ്പർ ആയിട്ടുള്ളൊരു സേഫ് സ്പേസ് ഇല്ല. ICC എന്ന് പറഞ്ഞൊരു സേഫ് സ്പേസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ, അത് മാത്രമല്ല അവർക്ക് ഇരിക്കേണ്ടതായിട്ടുള്ള ആ സേഫ് സ്പേസിന് തന്നെ അവർ ചൂഷണം അല്ലെങ്കിൽ അവിടുന്ന് തന്നെ അവരൊരു കൈൻഡ് ഓഫ് ട്രോമ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോട്ട് വരേണ്ട ഒരു ആവശ്യകത തന്നെ വന്നത്. അപ്പം നമ്മൾക്ക് ഇവിടെ മാറ്റം വേണ്ടത് ഫസ്റ്റ് വി ഹാവ് ടു ചേഞ്ച് ഫ്രം ദ പവർ ഡൈനാമിക്സ്. പവർ ഡൈനാമിക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വി ഹാവ് ടു ഷാക്കിൾ ദ കൾച്ചർ ഓഫ് സൈലൻസ്. സെഞ്ചുറിപരമായിട്ട് അല്ലെങ്കിൽ നമ്മൾ കാലാതീതമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു കൾച്ചർ ഓഫ് സൈലൻസ്. നിശബ്ദതയുടെ നിഴലിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടതാണ് ഓരോ സ്ത്രീകളും. അവരുടെ നിശബ്ദതയിൽ നിന്ന് മറികടക്കാൻ, അവരുടെ വോയിസിന്, അവരുടെ സംസാരം ഉയർത്താനായിട്ട് വി ഹാവ് ടു പ്രൊവൈഡ് എ സേഫ്, എ ലീഗൽ സ്പേസ് ഫോർ ദ വിമൻ ടു സ്പീക്ക് അപ്പ് ദിയർ കംപ്ലയിൻറ്റ്സ്, ടു ഷെയർ ദിയർ ട്രോമ. അവർക്ക് അവരനുഭവിച്ച ആ ഒരു വേദനകൾ ഷെയർ ചെയ്യാനായിട്ടും അതിനുള്ളൊരു പരിഹാരം കണ്ടെത്താനായിട്ടും നമുക്ക് ഏറ്റവും വലിയൊരു ലീഗൽ റെമഡി തന്നെയാണ് ICC എന്ന് പറയുന്നത്. ICC വേണ്ടാന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. കൾച്ചർ ഓഫ് സൈലൻസ് ആണ് നമുക്ക് ആദ്യം തന്നെ ഷാക്കിളപ്പ് ചെയ്യേണ്ടത്. സ്ത്രീകൾ മുന്നോട്ട് വരണം. നിശബ്ദത നിലയിൽ നിന്ന് അവർ മുന്നോട്ട് വന്ന് കാര്യങ്ങൾ സംസാരിക്കാനായിട്ടും സേഫ് ആയിട്ടുള്ളൊരു സ്പേസ് നമുക്ക് വേണം, ഒരു ലീഗൽ സ്പേസ് നമുക്ക് വേണം. അതേപോലെ തന്നെ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്ക് അവർ നേരിടുന്ന അതിക്രൂരമായ അടുത്തൊരു പ്രശ്നമാണ് ഓൺലൈൻ ഹരാസ്മെന്റ്. സൈബർ ബുള്ളിങ് ആൻഡ് സൈബർ സ്റ്റോക്കിംഗ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ലീഗൽ പ്രോബ്ലം ഫേസ്ഡ് ബൈ ഇന്ത്യൻ വിമൻ. അപ്പോൾ നമ്മൾ നിയമപ്രകാരം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലീഗൽ ലാക്കണ തന്നെയാണ്. ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു കോർഡിനേറ്റഡ് IT ലോ, ഒരു പണിഷ്മെൻറ്റ് പറയുന്ന അല്ലെങ്കിൽ ഒരു സൈബർ ബുള്ളിങ് നേരിടുന്ന സ്ത്രീക്കെതിരെ ഒരു പ്രോപ്പർ, ഒരു അഡിക്വേറ്റ് ആയിട്ടുള്ളൊരു റെസ്പോൺസ്, അഡിക്വേറ്റ് ആയിട്ടുള്ളൊരു ലീഗൽ റെമഡി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്പേസ് നമുക്ക് വേണം. അതേപോലെ തന്നെ അടുത്തൊരു പ്രശ്നമാണ് ലീഗൽ അവയർനെസ്. ഇപ്പോൾ ഭക്തി ചേച്ചി പറഞ്ഞതുപോലെ ലാക്ക് ഓഫ് ലീഗൽ അവയർനെസ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി മെയിൻ റീസൺ ആണ് ഇത്തരം അട്രോസിറ്റീസ് വർക്ക് പ്ലേസിൽ വുമണിനെതിരെ നടക്കുന്നതിന്റെ മെയിൻ കാരണം ലാക്ക് ഓഫ് ലീഗൽ അവയർനെസ് ആണ്. സ്ത്രീകൾക്ക് അവരുടെ ബേസിക് ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചും മാത്രമല്ല അവരുടെ ബേസിക് ആയിട്ടുള്ള മൗലിക അവകാശങ്ങളെ കുറിച്ചും യാതൊരുവിധ അറിവുമില്ല എന്നുള്ള ഒരു കാര്യം ഇത്തരം അട്രോസിറ്റീസ് അവർക്കെതിരെ നടക്കുന്നതിന്റെ മെയിൻ റീസൺ ആണ്. അവരുടെ ബേസിക് അമ്യൂണിറ്റീസ് അവരുടെ അവകാശമാണെന്നുള്ള കാര്യം അവർക്ക് പോലും അറിയില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർക്കെതിരെ ഇങ്ങനെയുള്ള അട്രോസിറ്റീസ് നടക്കുമ്പോൾ അവർക്ക് ഇന്ന നിയമവശങ്ങളുണ്ട്, ആ നിയമവശങ്ങൾ ഉപയോഗിച്ച് അവർക്ക് ഇതിനെതിരെ പോരാടാം എന്നുള്ള കാര്യം അവർക്ക് അറിയില്ല എന്നുള്ളത് വൺ ഓഫ് ദി മെയിൻ റീസൺസ് ആണ്. അതുകൊണ്ട് ഹേമ കമ്മിറ്റിയിൽ തന്നെ പറയുന്നുണ്ട്, വൺ ഓഫ് ദി റെക്കമെൻഡേഷൻ അവർ സജസ്റ്റ് ചെയ്യുന്നതും ലീഗൽ അവയർനെസ്, സ്ത്രീകൾക്കിടയിൽ വർക്ക് പ്ലേസിലുള്ള സ്ത്രീകൾക്കിടയിൽ ലീഗൽ അവയർനെസ് കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ്. ജസ്റ്റിസ് ഹേമ പറഞ്ഞു വെക്കുന്നത് ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റിക്ക് പകരം ഒരു ഇൻഡിപെൻഡന്റ് ഫോറം, ഒരു ഇൻഡിപെൻഡന്റ് ട്രിബ്യൂണൽ വേണം എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതാണ് ഒരു കോൺഫ്ലിക്റ്റിംഗ് ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ICC വേണോ അതോ ഒരു ഇൻഡിപെൻഡന്റ് ട്രിബ്യൂണൽ ആണോ വേണ്ടത്, അതോ നമുക്കൊരു ICC നിലനിർത്തിക്കൊണ്ട് അതിന് മുകളിൽ ഒരു ഇൻഡിപെൻഡന്റ് ഫോറം ആണോ വേണ്ടതെന്നുള്ളൊരു തർക്കം ഇപ്പം നിലനിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ICC നിലനിർത്തിക്കൊണ്ട് ഒരു ഇൻഡിപെൻഡന്റ് ഫോറം വരുന്നതായിരിക്കും നല്ലത്. കാരണം പോഷ് ആക്ട് അനുസരിച്ച് ICC എന്ന് പറയുന്നത് എല്ലാ വർക്ക് പ്ലേസിലും നിർബന്ധമായും വേണ്ട ഒരു കാര്യമാണ്. അത് ഒരു ഫസ്റ്റ് ലെവൽ ഓഫ് ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം ആയിട്ട് വർക്ക് ചെയ്യും. ഈ ട്രിബ്യൂണൽ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ജഡ്ജ്, അതായത് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് പോലെ ഒരു റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിക്ട് ജഡ്ജ്, പ്രിഫറബിളി വുമൺ ആയിരിക്കണം അതിന്റെ ഹെഡ്. അതുപോലെ തന്നെ പ്രൊസീഡിങ്സ് ഒക്കെ ഇൻ ക്യാമറ ആയിരിക്കണം, അത് ഒരിക്കലും പുറത്തു വിടാൻ പാടില്ല. അപ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നമ്മൾ വായിക്കുവാണെങ്കിൽ കൃത്യമായിട്ട് ഈ ഒരു ട്രിബ്യൂണൽ എങ്ങനെ ആയിരിക്കണം ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് കൃത്യമായി പറഞ്ഞു പോകുന്നുണ്ട്. ആ ഒരു പ്രൊസീഡിങ്സ് ആരെങ്കിലും പബ്ലിഷ് ചെയ്യുവാണെങ്കിൽ അവർക്കെതിരെ കൃത്യമായ പണിഷ്മെന്റ് എടുക്കണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രൊസീഡിങ് നടക്കുവാണെന്ന് വിചാരിച്ച ആ വിക്ടിമിന് കോർട്ട് ഓഫ് ലോയിലേക്കുള്ള ഒരു അക്സസും ഒരിക്കലും തടയരുതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ആ വിക്ടിമിന് ലൈക്ക് ക്രിമിനൽ കേസ് ആണെങ്കിൽ അങ്ങനെ പോകാൻ ഒരു അവസരം കൊടുക്കുകയാണ്. പക്ഷെ ഇവിടെ നമ്മുടെ പ്രധാന പ്രശ്നം ഒരു ട്രിബ്യൂണലിലേക്ക് പോകുമ്പോൾ പോലും ചെറിയൊരു പ്രശ്നമാണെങ്കിൽ, ICCയിൽ തീർക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമാണെങ്കിൽ അത് ICCയിൽ തന്നെ തീർക്കണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ICC പൂർണ്ണമായിട്ട് വേണ്ട എന്ന് പറയുന്നതും ഒരു ഓപ്ഷൻ അല്ല, നല്ലൊരു ഓപ്ഷൻ അല്ല. അപ്പോ ബാക്കി രണ്ട് മെമ്പേഴ്സും പറയുന്നത് ICC വേണം,
പക്ഷെ അതിന്റെ ഒരു ഇന്റഗ്രിറ്റി ഉറപ്പാക്കാൻ കഴിയുമെങ്കിൽ ദാറ്റ്സ് ദ ബെസ്റ്റ് തിങ്. അപ്പോൾ അതിന്റെ ഒരു അപ്പലേറ്റ് ബോഡി എന്ന രീതിക്ക് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ട്രിബ്യൂണലിനെ പറ്റി പറയാം. ആൻഡ് ഓൾസോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഏറ്റവും അടുത്തൊരു ലെവൽ ഓഫ് ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത് ഗവൺമെന്റ് എത്രയും വേഗം തന്നെ ഒരു സ്റ്റാറ്റ്യൂട്ട് ഇറക്കി ഈ ഒരു ട്രിബ്യൂണലിന്റെ പവേഴ്സ് എല്ലാം കൃത്യമായിട്ട് ലേ ഡൗൺ ചെയ്യുന്നതായിരിക്കും. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ സെക്ഷൽ ഹറാസ്മെന്റിന്റെ മാത്രമല്ല ഇവിടെ വരുന്നത്, മറ്റു പലതരം പ്രശ്നങ്ങൾ, നേരിട്ടുള്ള ലൈംഗിക ചൂഷണമാവാം, അല്ലെങ്കിൽ സെക്ഷൽ ഫേവേഴ്സ് ചോദിക്കുന്നതാവാം, അതുപോലെ തന്നെ മറ്റ് പല പ്രശ്നങ്ങൾ സ്ത്രീകൾക്ക് നേരിടുന്നുണ്ട്. അപ്പൊ അതെല്ലാം തന്നെ സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട പരാതികളെല്ലാം പരിഹരിക്കുന്നതിന് ഒരു ബോഡിയുടെ അത്യമായ ഒരു ആവശ്യമുണ്ട്. So if we need to navigate the waters, first of all, government have to either reframe the guidelines. ICCയിൽ എഴുതപ്പെട്ടിരിക്കുന്ന guidelines. So it's the time for the government to recheck the guidelines and to reframe each and every guidelines, ensuring the safety of the women working in the workplace. So if a woman cannot step outside of the home and work in a proper safe place, we are denying equality over there. സ്ത്രീകൾ അവർ ജോലി ചെയ്യുന്നിടത്ത് സുരക്ഷിത അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു പരിധിവരെ പറയാൻ പറ്റും ഇക്വാളിറ്റി പ്രിൻസിപ്പിൾ, ഭരണഘടന പ്രോമിസ് ചെയ്യുന്ന ഇക്വാളിറ്റി പ്രിൻസിപ്പിൾ അവിടെ അവർക്ക് കിട്ടുന്നില്ല എന്ന് തന്നെ നമ്മൾക്ക് പറയാൻ സാധിക്കും. ഇപ്പൊ ഗവൺമെന്റിന്റെ ഒരു റോൾ എന്ന് പറയുമ്പോൾ നേരത്തെ സെപ്പറേറ്റ് സ്റ്റാറ്റ്യൂട്ട് വേണമെന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ റിപ്പോർട്ടിൽ തന്നെ ഉള്ളത് കേരള സിനി റെഗുലേഷൻ ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് കൊണ്ടുവരുന്നു. ഈ കേസസ് ഒക്കെ നമ്മൾ പരിഗണിക്കുമ്പോൾ ഇതൊരു നല്ലൊരു മാറ്റത്തിലേക്കുള്ളൊരു വഴിയായി മാറും. ഇത് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് നല്ലൊരു ബിഗ് സ്റ്റെപ്പാണ്. അതായത് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ മാത്രമല്ല സിനിമ ഇൻഡസ്ട്രിയിൽ മുഴുവനായിട്ടും ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് തുറന്നു കാണിക്കുകയാണ്. അപ്പൊ അതൊരു സെക്ഷൽ ഹറാസ്മെന്റ് എന്നൊരു ടോപ്പിക്കിൽ മാത്രം നിൽക്കാതെ ബാക്കി സിനിമ ഇൻഡസ്ട്രിയിലെ എല്ലാ സ്ത്രീകളും ഈവൻ കുട്ടികളും എല്ലാവരും നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ആ ഒരു പ്രശ്നങ്ങളിലേക്ക് എല്ലാം തന്നെ ഈ ഒരു നമ്മുടെ ഒരു ഫോക്കസ് മാറേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ റെക്കമെൻഡേഷൻസും ആക്ച്വലി ഈ പല പല ഏരിയാസ് ഫോക്കസ് ചെയ്യുന്നത് തന്നെയാണ്. നമ്മൾ ചർച്ച മുഴുവൻ കേന്ദ്രീകരിക്കുന്ന ഒരു സെക്ഷൽ ഹരാസ്മെന്റ് എന്ന് പറയുന്ന ഒരു പാർട്ടിലേക്ക് മാത്രമാണ്. അതൊരു ആ റിപ്പോർട്ടിലൊരു ഭാഗം മാത്രമാണ്. അതല്ലാതെ ഇപ്പോൾ ഇവർ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങൾ റിപ്പോർട്ടിൽ പ്രതിപാദിച്ച് പോകുന്നുണ്ട്. അതിലൊരെണ്ണമാണ് ഇപ്പോൾ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് എന്നുള്ളതുണ്ട്, ബേസിക് കമ്മ്യൂണിറ്റീസ് കിട്ടാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ അതിൻ്റെ നിയമവശങ്ങൾ വെച്ചിട്ട് ചർച്ച ചെയ്ത് പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടുള്ള വിഷയങ്ങളാണ്. ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഇപ്പോൾ മാളവിക പറഞ്ഞതുപോലെ തന്നെ വളരെ പ്രധാനമായിട്ടുള്ളൊരു ചർച്ചാ വിഷയം തന്നെയാണ്. അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഗ്യാരണ്ടി ചെയ്യുന്ന റൈറ്റ്സിൽ ഏറ്റവും മനോഹരമായ ഒരു റൈറ്റ് തന്നെയാണ് ഇക്വാലിറ്റി എന്ന് പറയുന്നത്, റൈറ്റ് ടു ഇക്വാലിറ്റി. ഇക്വാലിറ്റി എന്ന് പറയുമ്പം ഇക്വാലിറ്റി മേ ബി എ ഫിക്ഷൻ, നൺലെസ് വൺ മസ്റ്റ് അക്സെപ്റ്റ് ഇറ്റ് ആസ് എ ഗവേണിംഗ് പ്രിൻസിപ്പിൾ. ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞതുപോലെയാണ് ഇക്വാലിറ്റിയെ പറ്റി പറയുന്നത്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ നോക്കിക്കഴിഞ്ഞാൽ, ഇന്ത്യൻ ഭരണഘടന നോക്കിക്കഴിഞ്ഞാൽ പ്രിയാമ്പിൾ മുതൽ വേരിയസ് ആർട്ടിക്കിൾസിൽ വളരെ മനോഹരമായിട്ടാണ് ഇക്വാലിറ്റി എന്ന പ്രിൻസിപ്പിൾ എൻഷ്രൈൻ ചെയ്തിരിക്കുന്നത്. ഫ്രം ദ പ്രിയാമ്പിൾ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ വേ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആൻഡ് ടു സെക്യൂർ ഓൾ ഇറ്റ്സ് സിറ്റിസൻസ് ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ അവിടെ തന്നെ വളരെ എഴുതപ്പെട്ടിരിക്കുന്നു ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ നമ്മൾ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്, ദർ ഈസ് എ പ്രോപ്പർ വയലേഷൻ ഓഫ് വാട്ട് ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. അവർക്ക് അവർ തൊഴിൽ ചെയ്യപ്പെടുന്ന മേഖലയിൽ അവർക്ക് അവരുടെ ഡിനേജ് ആണ്, അവരുടെ ഇക്വാലിറ്റി എന്ന് പറഞ്ഞ ഭരണഘടന നൽകുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് അവിടെ ഡിനേ ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇക്വാലിറ്റി റൈറ്റ്സിനെ പറ്റി ഭരണഘടന നൽകുന്ന ഒത്തിരിയധികം പ്രൊവിഷൻസ് ഉണ്ട്. പ്രിയാമ്പിൾ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. ആർട്ടിക്കിൾ 15 പറയുന്നത് പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെൻ വി ക്ലോസ്ലി ഒബ്സർവ് വേരിയസ് പ്രൊവിഷൻസ് ഓഫ് ദി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി report, we came to the conclusion that there happens a kind of discrimination. അവിടെ നടക്കുന്നത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് സെക്ഷൽ ഡിസ്ക്രിമിനേഷൻ ആണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിലുപരി നമ്മൾക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ആർട്ടിക്കിൾ 15 ഒരു വയലേഷൻ തന്നെയാണ്. അതേപോലെ തന്നെ ആർട്ടിക്കിൾ 16 നോക്കുകയാണെങ്കിൽ ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി. അവർക്കൊരു ഈക്വൽ സ്പേസ്, അവർ ഏത് തൊഴിൽ മേഖലയിലാണോ പ്രവർത്തിക്കുന്നത്, ഏത് തൊഴിൽ മേഖലയാണോ അവർ പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്, അവർക്ക് അവിടെ ഒരു ഇക്വാലിറ്റി വേണം എന്ന് പറയുന്ന പ്രൊവിഷനാണ് ആർട്ടിക്കിൾ 16. അതേപോലെ നമ്മൾ പറയുകയാണെങ്കിൽ ആർട്ടിക്കിൾ 19 ഫണ്ടമെന്റൽ ഫ്രീഡംസ്. ഇപ്പോൾ അവർ ചെയ്യുന്ന തൊഴിൽ മേഖലയിൽ അവർക്കൊരു ഫണ്ടമെന്റൽ റൈറ്റ് ഇല്ലെങ്കിൽ അവരുടെ ഫണ്ടമെന്റൽ ഫ്രീഡംസ് തന്നെയാണ് അവിടെ വയലേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. നമ്മൾക്കെല്ലാം അറിയാം ലിബർട്ടി ആൻഡ് ഇക്വാലിറ്റി. ലിബർട്ടി ആൻഡ് ഇക്വാലിറ്റി എന്ന് പറയുന്ന രണ്ട് കോൺസെപ്റ്റ്സ് ദേ ആർ ഇന്റർട്വൈൻഡ് ആൻഡ് ഇന്റർ കണക്റ്റഡ് വിത്ത് ഈച്ച് അതർ. ലിബർട്ടി ഇല്ലെങ്കിൽ അവിടെ ഇക്വാലിറ്റി ഇല്ല, ഇക്വാലിറ്റി ഇല്ലെങ്കിൽ ലിബർട്ടി ഇല്ല. അപ്പോൾ നമ്മൾ ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ച രീതിയിൽ നമുക്ക് മനസ്സിലാവുന്ന എന്താണ്,
അവിടെ അത് വൈലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് അവിടെ ഒരു ലിബറൽ സ്പേസ് ഇല്ല വർക്ക് ചെയ്യാനായിട്ടുള്ളത്. അപ്പം അത് ലംഘിക്കപ്പെടുമ്പോഴത്തേക്ക് ഡയറക്ട്ലി വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് അവിടെ ഒരു ഇക്വാലിറ്റി പ്രൊവിഷന് അത് ബാധിച്ചിരിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ആർട്ടിക്കിൾ 23, ഇപ്പം ഞാനാണെങ്കിലും ഏത് സ്ത്രീകളാണെങ്കിലും വർക്ക് ചെയ്യുന്ന മേഖലയിൽ സ്വാതന്ത്ര്യപരമായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു വോയിസ് എനിക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് എന്താണ് അവിടെ കാണിക്കുന്നത്? ഒരു ഫോഴ്സ്ഡ് ലേബറാണ്. എനിക്കത് ഞാൻ ചെയ്യുന്ന ജോലി എത്ര ആത്മാർത്ഥതയോടെ അല്ലെങ്കിൽ ഒരു സന്തോഷപ്രകാരം എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റ് ഫോഴ്സ്ഡ് ലേബർ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഫോഴ്സ്ഡ് ലേബർ എന്ന പദം ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് ലേബർ ലോസിലോട്ട് നടക്കുകയാണെങ്കിൽ നമ്മൾക്കും കോഡിഫൈഡ് ആയിട്ടുള്ള ലേബർ ലോസ് ഉണ്ട്. അപ്പം നമുക്ക് തൊഴിൽ മേഖലയിൽ സ്വാതന്ത്ര്യപരമായിട്ട് വർക്ക് ചെയ്യാൻ തന്നെ നിയമം സംരക്ഷണം നമ്മൾക്കുണ്ട്. വിവിധപരമായിട്ടുള്ള ലേബർ ലോസ്, എഴുതപ്പെട്ട ലേബർ ലോസ് ഉണ്ട്. കോഡ് ഓഫ് വേജസ് ആക്ട് ഉണ്ട് 2019 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതേപോലെ തന്നെ നമ്മൾക്ക് മിനിമം വേജസ് ആക്ട് ഉണ്ട്, പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ ആക്ടുകളെല്ലാം ഈ നിയമങ്ങളെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ വർക്ക് ചെയ്യുന്ന സ്പേസിൽ നമ്മൾക്ക് അറ്റ്മോസ്റ്റ് സിൻസിയർ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് അറ്റ്മോസ്റ്റ് ഹാപ്പി ആയിട്ട് പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടാണ് ഈ നിയമങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിശദീകരിച്ച് അല്ലെങ്കിൽ ആ റിപ്പോർട്ട് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്? ഏതൊരു നിയമം ഈ എഴുതപ്പെട്ടിരിക്കുന്ന നിയമങ്ങളുടെ കൂടി ഒരു കൈൻഡ് ഓഫ് ലംഘനമാണ് നമ്മൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്.